തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആദ്യം തന്നെ ഫസ്റ്റ് തിങ്, ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഇത് അവിടെയുള്ള CCTV എടുത്തുകൊണ്ട് വരുമ്പോൾ ലഹരി ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയും ലഹരി ഉപയോഗിച്ചിട്ട് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് അടിച്ചിട്ട് കിടന്ന് കാണിക്കുന്ന ആ ഒരു വികല്യതയും അവരത് വ്യക്തമാണ്. ലഹരി ഉപയോഗിക്കാത്ത നീ ലഹരി ഉപയോഗിക്കുന്ന പിക്ചർ ഞാൻ കൊണ്ടുവന്ന് തന്നാൽ നീ മാറ്റി പറയണം. നാറ്റുകരുത്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി കുടിക്കുന്ന ആളാണ് നിരന്തരം ഇതേ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്ന വീഡിയോസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ കഴിക്കാറുള്ളൂ എന്നുള്ള പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിനെ പൊക്കി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ സന്തോഷം വരുമ്പോഴൊക്കെ കുടിക്കാറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. തീർച്ചയായിട്ടും അയാളെ ചെക്ക് ചെയ്യുന്നു, അയാളെ വളരെ മോശപ്പെടുത്തിയും വളരെ നാശപ്പെടുത്തിയും സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നീ ദേഷ്യമല്ലടി. എന്തുകൊണ്ടെന്ന് അറിയാമോ? നാളിതുവരെ നിന്നെ സഹായിച്ചവരെ ഒക്കെ തന്നെ മോശം പറഞ്ഞാണ് നിന്റെ ചെയ്തത്. അയാൾ ഇത്രയും ചെറ്റയാണ്, ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനു മുമ്പ് നീ അയാളുടെ ആൽബത്തിൽ എന്തിനു അഭിനയിച്ചു? ഇപ്പൊ ഇതിനു മുമ്പ് നിനക്ക് മനസ്സിലായ അയാൾ കുഴപ്പമാണ്, അയാൾ ചെറ്റയാണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും ഒരു ആൽബത്തിൽ വിളിക്കുമ്പോൾ നീ എന്തിനു പോകണം? സ്റ്റോറി പറഞ്ഞിട്ടില്ല, ഡ്രസ്സിന്റെ കാര്യം ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അടുത്ത ഉറപ്പാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സാധനം, ആ ഡ്രസ്സിന്റെ പിക്ചർ അത് ഉൾപ്പെടെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെ അവളുടെ കമന്റ് കണ്ടോ, ഇതൊക്കെ സെറ്റ്. സെറ്റ് എന്ന് മാത്രമല്ല വോയിസിൽ കൂടെയും ഓക്കെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കിട്ടുകയാണെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റൂ, നേരത്തെ ഇതൊക്കെ കിട്ടിയാലേ ഷേപ്പ് ചെയ്യാൻ പറ്റൂ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇവർ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്നുള്ള തെളിവാണ് ഇവിടെ വെക്കുന്ന വാട്സ്ആപ്പ് ചാറ്റാണ്. ഇവരും അദ്ദേഹം തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റാണ്. ഈ ഡ്രസ് വൾഗറായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ നേരെ തിരിച്ച് രേണുസുതി ഇടുന്ന പല ഡ്രസ്സും വൾഗറായിട്ട് തോന്നിയിട്ടുണ്ട്. താനും നിലവിൽ 100% ഞാൻ യോജിക്കുന്നു. അവർ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന ഓരോരോ ഫോട്ടോസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടല്ലോ അവരെ, അതിന്റെ അടുത്തേക്ക് പോലും ഈ ഡ്രസ്സുകൾ എത്തില്ല കേട്ടോ. ഇതായിരുന്നു ആ ഡ്രസ്സെങ്കിൽ ഇത് വൾഗറേ അല്ല. ആദ്യം തന്നെ പറയാം, ഇപ്പൊ സാധാരണ കേട്ടപ്പോ അഭിനയിച്ച ആ ഒരു ഡ്രസ്സിന്റെ അടുത്ത് പോലും എത്തൂല. ഈ ട്രൗസർ ഇട്ട് നടക്കുന്ന നിങ്ങളെ ഞാൻ എന്ത് പറയാനാ? കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. പിന്നെ എന്റെ വൈഫ് അവിടെയുണ്ട്. അപ്പോൾ പുള്ളി നിന്നെ തനിച്ച് കിട്ടാനും തനിച്ച് വെച്ച് നിന്നെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാനോ മിസ്ബിഹേവ് ചെയ്യാനോ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അവിടെ അയാളുടെ വൈഫിന്റെ സാന്നിധ്യം. എന്റെ ഡാഡി ആ വീട്ടിലേക്ക് നീ പോകുന്നു, ഡ്രസ് അവിടെ വെച്ചിട്ട് നോക്കുന്നു. നീ ഈ ഡ്രസ്സിൽ ഏറ്റവും കംഫർട്ട് ആണെന്ന് തെളിയിക്കുന്ന ഒരു 3-4 വീഡിയോ ഞാൻ കൊടുത്തരട്ടെ. എനിക്കത് എടുത്ത് വെക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന നിന്നെ അല്ലടി, നിന്റെ ചുറ്റും നടന്ന് നിന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കഴുതകളില്ലേ, അവറ്റകളെയാണ് എന്റെ ടാർഗറ്റ്. നിനക്ക് മനസ്സിലായില്ല? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ചാനലിൽ കൂടെ നീ ഫോൺ വീഡിയോസ് പബ്ലിഷ് ചെയ്യോ, തുറന്ന് കാണിക്കോ, വട വിൽക്കുകയോ, പാവാട പൊക്കി കാണിക്കോ, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കോ, ഒന്നും എന്റെ വിഷയമില്ല. ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് ഇത് കൂടുതൽ അയക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു വിഷയം എടുക്കാൻ പറ്റുന്നില്ല. പൊതുവിലുള്ള ഒത്തിരി അമ്മമാർ പരാതിപ്പെടണം, മക്കൾക്ക് മൊബൈൽ കൊടുക്കാൻ പറ്റുന്നില്ല. രേണു എവിടെ നോക്കിയാൽ ഇതേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്നല്ല നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ഇത്രയും പേര് നിന്നുകൊണ്ടാണ് അവിടെ ഇന്റർവ്യൂ എടുക്കുന്നത്. ഓവർ സ്മാർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇവരാണ് ആ ഓൺലൈൻ ചാനലുകാർ. ഇവരുടെ ഓരോരുത്തരുടെയും പേജും കൃത്യമായിട്ട് എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരവാണ്. നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടലല്ലേ വേണ്ടത്? ഇവന്മാരുടെ എല്ലാം ഈ പറയുന്ന ചാനലുകൾ നിങ്ങൾ അൺഫോളോ ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റഡ് അടിക്കുക, പോടെ. അതാണ് വേണ്ടത്. ഇവരാണ് ഇവിടെ വഷളാക്കുന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ആൽബം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് മാത്രം ഓൺലൈൻ വീഡിയോസ് കയറി വരുന്നത്? ആരാണ് അവർ വിളിക്കുന്നത്? ഇപ്പൊ കൃത്യമായ അതിനൊരു മറുപടി കിട്ടാണ്. രേണുസുതി തന്നെയാണ് ഇവരൊക്കെ വിളിച്ചു വരുന്നതാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. പിന്നെ വൈഫ് വീഡിയോ പിടിക്കുന്നു. അവരത് പിടിച്ചത് കൊണ്ട് കാര്യങ്ങൾ കിട്ടി. ഇല്ലെങ്കിലോ നീ എന്ത് പറയും? അയാൾ ഒരു പിടിച്ചെന്ന് പറയും. നീ പറയൂലേ? നീ ഇപ്പൊ കൊണ്ടുവന്ന നരേഷം വിളിക്കാൻ അയാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ വെക്കാം. നീ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? നീ ഒരു ഐശ്വര്യ റായ, നിന്നെ വെച്ചിട്ട് ക്യാരക്ടർ റോൾ ചെയ്യുമെന്ന് വിചാരിച്ചാ നീ പോൺ നായികയാണ്. കാരണം നീ വളവിറ്റ് ജീവിക്കുന്ന നീ തന്നെ സ്വയം വെളിപ്പെടുത്തിയ സ്ത്രീയാണ്. നിന്നെ വെച്ച് വടപ്പാമെ പിടിക്കാൻ പറ്റൂ? പുള്ളി അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന നിന്നെ, അഭിനയിക്കാൻ അറിയാത്ത മന്ദബുദ്ധിയായി നിന്നെ കൂടെ കൂട്ടിയത് നിന്റെ ഫെയിം കണ്ടിട്ടാണ്. അത്രേ ഉള്ളൂ. നിർത്തി അവമാനിക്കുവാണെന്ന്. പിന്നെ വിപിനാല് കെട്ടിപ്പിടിക്കാനും എടുക്കാനും ഒക്കെ ശ്രമിച്ചു. അതൊക്കെയാണ് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പുള്ളി എനിക്ക് തന്നിട്ടുണ്ട്. വലിയ ലെങ്തി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിന് മുമ്പ് ദാസേട്ടൻ പിടിച്ച കുഴപ്പമില്ലേ? ദാസേട്ടൻ ഇങ്ങനെ മലന്ന് കിടന്ന് കൊടുക്കുമ്പോൾ ദാസേട്ടൻ കയറി കഴുത്തിനകത്ത് തുമ്മ വെക്കുകയും പാവാടയുടെ അടിയിൽ ക്യാമറ കൊണ്ട് വെക്കുമ്പോഴും നിനക്ക് ഈ പതിവ്രത തരം ഉണ്ടായിരുന്നില്ല. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.